പ്രിയമുള്ളവരെ, ഇത് ആകത്തിക്കഴിഞ്ഞവർ എന്ന് പറഞ്ഞാൽ അഗത്തിദ്വീപിലെ സയ്യിദ് ബാവ ഫഖ്റുദ്ദീൻ അവരുടെ മഖാമിൻ്റെ കട്ടിളയിൽ എഴുതി വെച്ച ഒരു എഴുത്താണ്. ഇത് വായിക്കാൻ അറിയുന്നവരെന്ന് കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ആരാണ് സയ്യിദ് ഫഖ്റുദ്ദീൻ ബാവ? അഗത്തി ഷെയ്ഖിൻ്റെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ യഥാർത്ഥ നാമം സയ്യിദ് ഹാമിദ് ചെറിയകോയ തങ്ങൾ എന്നാണ്. നമുക്കറിയാം, സയ്യിദ് ഫതഹുല്ലാഹിൽ ബഗ്ദാദി, അവരുടെ മകൻ മൂസ വലിയുല്ലാഹി, അവരുടെ മകനാണല്ലോ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ള കവരത്തിയിലുള്ള വലിയ ഷെയ്ഖ് എന്ന് നമ്മളെല്ലാം ആദരവോടെ വിളിക്കുന്ന മഹാനവർ. അവരുടെ മകനാണ് മഹാനായ സയ്യിദ് അബൂ സ്വാലിഹ്, അവരുടെ തൊട്ടടുത്തുള്ള മക്ബറയിലുള്ള. അവരുടെ മകനാണ് കൽപ്പേനി കയ്യം അഥവാ സയ്യിദ് അബ്ദുൽ ഖാദിർ. അവരുടെ മകനാണ് അമ്മേനി കയ്യം അഥവാ സയ്യിദ് അഹമ്മദ് അബൂ സ്വാലിഹ്. അവരുടെ മക്കളാണ് കവരത്തി ദ്വീപിൽ തന്നെ കുളിക്കരിപ്പള്ളിയിലുള്ള ബഹുമാനപ്പെട്ട യൂസുഫ് റബ്ബാനി, അതുപോലെ തന്നെ വലിയ തങ്ങകോയ തങ്ങൾ. അവരുടെ തന്നെ മകനായി അഥവാ അമ്മേനി കഴിഞ്ഞവരുടെ മകനായി മറ്റൊരു ഭാര്യയിലുണ്ടായ അഥവാ കവരത്തി ദ്വീപിലെ അരണക്കാട ചെറിയവി എന്ന മഹദിയിലുണ്ടായ മകനാണ് നമ്മുടെ സയ്യിദ് ഫഖ്റുദ്ദീൻ ബാവ അഥവാ സയ്യിദ് ഹാമിദ് ചെറിയകോയ തങ്ങൾ. അവർ അഗത്തിദ്വീപിൽ വരികയും അഗത്തിദ്വീപ് ഷെയ്ഖിൻ്റെ പള്ളിയുടെ വടക്ക് ഭാഗത്തുള്ള മായം കാക്കാട എന്ന വീട്ടിൽ ഒരു ഉമ്മയാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റും കൊടുക്കുകയും അവിടെ താമസമാക്കുകയും ചെയ്തു. അക്കാലത്ത് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്, മഹാനവറുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനായിരുന്നു ഊള, തളയൻ, കർത്തോന കുഞ്ഞെന്നൊക്കെ പറയുന്ന നീണ്ട് കൊമ്പുള്ള ഒരു മീന്. ഒരു ദിവസം ആ ഉമ്മയോട് തങ്ങൾ ആ വിഷയം ഓർമ്മപ്പെടുത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു, ഇന്ന് ഊള കിട്ടിയിട്ടില്ല, അഗത്തിയിൽ ഊള എന്നാണ് പറയുന്നത്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഉമ്മ നേരെ തൊട്ടടുത്ത കിഴക്ക് ഭാഗത്തുള്ള കടൽ തീരത്തേക്ക് പോകാൻ പറയുകയും ആ ഉമ്മ അവിടെ പോയി നോക്കുമ്പോൾ ആ കടൽ തീരത്ത് ഊള മത്സ്യം അവിടെ കയറിക്കിടക്കുന്നതായി കാണുകയും അത് കൊണ്ടുവന്ന് കറി വെച്ച് കൊടുക്കുകയും, പറയപ്പെടുന്നത് കറി വെച്ചതല്ല, അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു അടയുണ്ടാക്കി, മീൻ ഇടിയട എന്നാണത് പറയുക. അത് മഹാനവറുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരുന്നു. അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അത് ഇന്നും ആളുകൾ ഷെയ്ഖിൻ്റെ പള്ളിയിലേക്ക് നേർച്ചയ്ക്ക് വേണ്ടി മീൻ ഇടിയട കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും മഹാനവറുകളുടെ വഫാത്തിന് ശേഷവും അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അടിയന്തരത്തിന് അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു പാച്ചക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ ദ്വീപുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹം ആ പശുവിന് ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് കന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി ആ പശു തന്നെ അദ്ദേഹത്തെ കുത്തുകയും അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അദ്ദേഹം പേടിച്ച് പോകുന്നത് വരെ അദ്ദേഹം ആ മഖാമിൽ വരാറുണ്ടായിരുന്ന ഈ അടുത്ത കാലത്ത് ആളുകൾ കണ്ട കാര്യങ്ങളാണ്, ഇപ്പോൾ അടുത്ത് നടന്ന സംഭവങ്ങളാണ്. ഏതായാലും മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഖാമിൻ്റെ കട്ടിളപ്പടിയുടെ മുകളിൽ എഴുതിയിട്ടുള്ള എഴുത്ത്, അത് കുറേ അവിജത് വാക്കുകളാണ്. എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് നബിയുല്ലാഹി അലൈഹിസ്സലാം എന്നതാണ്. മറ്റ് അവസാനം കാണുന്നത് ഒറസ്ത് എന്നാണ്, ഐനല്ല, അത് വൈനാണ്. ആ കണക്കനുസരിച്ച് എഴുത്തിൻ്റെ അവസാനം കൊല്ലം എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ ഒറസ്ത് എന്ന് കാണാം. ഒയിന് 1000, റാ 200, സീന് 60, താ 9, അപ്പോൾ 1269 ഹിജ്റയാണ്. ഇങ്ങനെയാണ് അത് കാണുന്നത്. ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഉപകാരം.
അകത്തി ഈസ്റ്റേൺ ജെട്ടിയിൽ ഇറങ്ങിയാൽ വെറും 14 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഈ കാണുന്ന റോഡിലൂടെ തെക്കോട്ട് പോയാൽ ആദ്യം വലത്തോട്ടുള്ള ഒരു ജംഗ്ഷൻ ഉണ്ടാവും. അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാണുന്ന ഈ പള്ളിയാണ്. ഈ പള്ളിയിലാണ്, പള്ളിയുടെ മുറ്റത്താണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അഗത്തി ദ്വീപിൻ്റെ കാവൽ എന്നാണ് ആക്കത്തിക്കാരൊക്കെ മഹാനവറുകളെ വിശേഷിപ്പിക്കുന്നത്. അള്ളാഹു അവരുടെ മദദ് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.